സാങ്കേതിക വിദ്യാ ലോകത്ത് വൻ വിജയങ്ങൾ നേടിയ പല സ്റ്റാർട്ടപ്പുകൾക്കും സമാനതകളില്ലാത്ത വളർച്ചയുടെ ചരിത്രമുണ്ട്. എന്നാൽ ഒരാശയം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഉപയോക്താക്കളുടെ താൽപ്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒരു പുതിയ ഉൽപ്പന്നമായി വിപണിയിലെത്തി വിജയം നേടിയ ഒരു സ്റ്റാർട്ടപ്പിന്റെ കഥ അത്ര സാധാരണമല്ല. ആ കഥയാണ് ഇൻസ്റ്റഗ്രാമിന്റേത്. കെവിൻ സിസ്ട്രോം, മൈക്ക് ക്രീഗർ എന്നീ രണ്ട് യുവ സംരംഭകർ തുടങ്ങിയ ബർബൺ എന്ന ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനാണ് പിന്നീട് ഇൻസ്റ്റാഗ്രാം എന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഫോട്ടോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായി മാറിയത്. വെറും 13 ജീവനക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ ഫേസ്ബുക്ക് $1 ബില്യൺ ഏറ്റെടുത്ത ഈ വളർച്ചാഗാഥ സംരംഭക ലോകത്ത് ഇന്നും ചർച്ചാ വിഷയമാണ്. എന്നാൽ ഈ വിജയത്തിളക്കത്തിന് പിന്നിൽ ഒട്ടനവധി വിവാദങ്ങളും നിയമപരമായ വെല്ലുവിളികളുമുണ്ട്. ഡാറ്റ സ്വകാര്യത, കൗമാരക്കാരുടെ മാനസികാരോഗ്യം, നിയന്ത്രണങ്ങളുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങളിൽ ഇൻസ്റ്റഗ്രാം നിരന്തരമായി വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. From Bourbon to Instagram, the beginning of success. വർഷം 2010 സ്മാർട്ട് ഫോണുകൾ യൂണിവേഴ്സൽ ആയിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമ ലോകത്ത് ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ കെവിൻ സിസ്ട്രോം എന്ന സംരംഭകന്റെ മനസ്സിൽ ഒരാശയം ഉടലെടുത്തു. ആളുകൾക്ക് അവർ എവിടെയാണെന്ന് പരസ്പരം പങ്കുവെക്കാൻ സഹായിക്കുന്ന ഒരു ലൊക്കേഷൻ ആപ്ലിക്കേഷൻ ആയിരുന്നു അത്. അന്ന് ഫോർസ്ക്വയർ, യെൽപ്പ് തുടങ്ങിയ ആപ്പുകൾ ജനപ്രിയമായി കൊണ്ടിരുന്ന സമയത്ത് സിസ്ട്രോം ബർബൺ എന്ന പേരിൽ സമാനമായ ഒരു ആപ്ലിക്കേഷന് രൂപം നൽകി. ഒരു ലളിതമായ ചെക്ക് ഇൻ ആപ്പ് എന്നതിലുപരി ആളുകൾക്ക് സ്ഥലങ്ങൾ സന്ദർശിച്ചതായി ചെക്ക് ഇൻ ചെയ്യാനും അതിനോടൊപ്പം പോയിന്റുകൾ നേടാനും സുഹൃത്തുക്കളുമായി ഭാവി യാത്രകൾ ആസൂത്രണം ചെയ്യാനും കൂടാതെ അവർ സന്ദർശിച്ച സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുത്തു പങ്കുവെക്കാനും ഇതിൽ സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ അമിത ഫീച്ചറുകൾ ഉപയോക്താക്കൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കി. ബാർബൺ ആപ്പിന് നല്ല തുടക്കം ലഭിച്ചെങ്കിലും ഉപയോക്താക്കളുടെ ഉപയോഗത്തിൽ വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നം തിരിച്ചറിഞ്ഞ സിസ്ട്രോമും അദ്ദേഹത്തിന്റെ കോ ഫൗണ്ടറായ മൈക്ക് ക്രീഗറും ഒരു നിർണായക തീരുമാനമെടുത്തു. ഉപയോക്താക്കളുടെ ഡാറ്റ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക. ഈ ഡാറ്റ വിശകലനത്തിൽ അവർ ഒരു പ്രധാന കാര്യം കണ്ടെത്തി. ബർബണിലെ ചെക്ക് ഇൻ ഫീച്ചറുകളോ മറ്റു സൗകര്യങ്ങളോ ഉപയോക്താക്കൾ കാര്യമായി ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഒരു ഫീച്ചർ മാത്രം സ്ഥിരമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടായിരുന്നു. അത് ചിത്രങ്ങൾ പങ്കുവെക്കാനുള്ള ഫീച്ചറായിരുന്നു. ഉപയോക്താക്കൾ തങ്ങൾ പോയ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുത്ത് അതിലെ ഫിൽട്ടറുകൾ ഉപയോഗിച്ച് മനോഹരമാക്കാൻ ശ്രമിച്ചു. ഈ കണ്ടെത്തലാണ് ബർബണിന്റെ അടിസ്ഥാന ആശയം ഉപേക്ഷിച്ച് ഉപയോക്താക്കൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഫോട്ടോ ഷെയറിംഗ് ഫീച്ചറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ആപ്പ് ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഈ ധീരമായ തീരുമാനമാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പിറവിക്ക് കാരണമായത്. ഫോട്ടോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമിന് കൂടുതൽ യോജിക്കുന്ന ഒരു പുതിയ പേര് അവർ കണ്ടെത്തി. ഇൻസ്റ്റന്റ് ക്യാമറ എന്നതിലെ ഇൻസ്റ്റയും ടെലഗ്രാം എന്ന സന്ദേശത്തെ സൂചിപ്പിക്കുന്ന ഗ്രാമും ചേർത്താണ് ഇൻസ്റ്റാഗ്രാം എന്ന പേര് രൂപം കൊണ്ടത്. ആളുകൾക്ക് വേഗത്തിൽ ഒരു ചിത്രം എടുക്കാനും അത് പങ്കുവെക്കാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന ആശയം ഈ പേര് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. ഇൻസ്റ്റഗ്രാമിന്റെ ലളിതമായ ഇന്റർഫേസും ഫോട്ടോകളെ ആകർഷകമാക്കാൻ സഹായിക്കുന്ന ഫിൽട്ടറുകളുമാണ് ഉപയോക്താക്കളെ ഇതിലേക്ക് ആകർഷിച്ചത്. 2010 ഒക്ടോബർ 6 ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ലോഞ്ച് ചെയ്തപ്പോൾ ആദ്യ 24 മണിക്കൂറിനുള്ളിൽ 25,000-ലധികം ഉപയോക്താക്കളെ ഇൻസ്റ്റഗ്രാം നേടി. ഒരാഴ്ചക്കുള്ളിൽ 1 ലക്ഷവും 2 മാസത്തിനുള്ളിൽ 1 മില്യൺ ഉപയോക്താക്കളും എന്ന നാഴികക്കല്ലുകൾ പിന്നിട്ടു. ഈ അതിവേഗ വളർച്ച ലോകം ഉറ്റുനോക്കി. Facebook's acquisition and the growth of Instagram. ഇൻസ്റ്റഗ്രാമിന്റെ അതിവേഗ വളർച്ച ലോകമെമ്പാടുമുള്ള സാങ്കേതിക കമ്പനികളുടെ ശ്രദ്ധ ആകർഷിച്ചു. അതിലൊരാളായിരുന്നു ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ്. ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിന് ഒരു പ്രധാന എതിരാളിയായി വളരാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ സുക്കർബർഗ് അതിനെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2012 ഏപ്രിലിൽ വെറും 13 ജീവനക്കാർ മാത്രമുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാമിനെ ഫേസ്ബുക്ക് $1 ബില്യൺ ഏറ്റെടുത്തു. ഒരു സ്റ്റാർട്ടപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു ഇത്. ഈ ഏറ്റെടുക്കലിലൂടെ ഫേസ്ബുക്ക് അതിന്റെ ഫോട്ടോ ഷെയറിംഗ് വിഭാഗത്തെ ശക്തിപ്പെടുത്തുകയും ഒരു പുതിയ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിനെ തങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്തു. ഇൻസ്റ്റഗ്രാമിന്റെ വിജയഗാഥയുടെ അന്ത്യമായിരുന്നില്ല ഈ ഏറ്റെടുക്കൽ, മറിച്ച് മറ്റൊരു തുടക്കമായിരുന്നു. ഫേസ്ബുക്കിന്റെ സാങ്കേതിക സഹായവും വിഭവങ്ങളും ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം അതിന്റെ വളർച്ച തുടർന്നു. പിന്നീട് സ്റ്റോറികൾ, റീൽസുകൾ, ലൈവ് വീഡിയോകൾ തുടങ്ങി നിരവധി ഫീച്ചറുകൾ ഇൻസ്റ്റഗ്രാമിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം ഒട്ടനവധി വിവാദങ്ങളും ഇൻസ്റ്റഗ്രാമിന് ചുറ്റും ഉടലെടുത്തു. Controversies and legal actions. Instagram's dark days. ഇൻസ്റ്റഗ്രാം വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ അതിനെ തേടിയെത്തി. ഉപയോക്താക്കളുടെ സ്വകാര്യത, ഡാറ്റ സുരക്ഷ, മാനസികാരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഇൻസ്റ്റഗ്രാം പലപ്പോഴും സംശയത്തിന്റെ നിഴലിലായി. ഇൻസ്റ്റഗ്രാമിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്ന് കൗമാരക്കാരുടെയും യുവതലമുറയുടെയും മാനസികാരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നതായിരുന്നു.
ഐഡിയലൈസ്ഡ് ബ്യൂട്ടി ആൻഡ് ലൈഫ് സ്റ്റൈൽസ് മാത്രം പ്രദർശിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ കൗമാരക്കാരിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം, ആത്മവിശ്വാസക്കുറവ്, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. 2021 വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഫേസ്ബുക്ക് ഫയൽസ് എന്ന രേഖകൾ ഇൻസ്റ്റഗ്രാമിനെതിരെ വലിയൊരു ആഘാതമേൽപ്പിച്ചു. ഇൻസ്റ്റഗ്രാം കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് മെറ്റയുടെ ഇന്റേണൽ റിസർച്ചിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ കമ്പനി ഈ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു എന്ന ആരോപണം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇൻസ്റ്റഗ്രാമിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും നിയമ നടപടികളും ഉയർന്നു. ഉപയോക്താക്കളുടെ ഡാറ്റ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടും ഇൻസ്റ്റഗ്രാം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ നിയമങ്ങൾ ലംഘിച്ചതിന് ഇൻസ്റ്റഗ്രാമിന് വലിയ തുക പിഴയായി നൽകേണ്ടി വന്നിട്ടുണ്ട്. 2022 കൗമാരക്കാരായ ഉപയോക്താക്കളുടെ ഡാറ്റ കൈകാര്യം ചെയ്തതിൽ വീഴ്ച വരുത്തിയതിന് അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഇൻസ്റ്റഗ്രാമിന് 405 മില്യൺ യൂറോ, ഏകദേശം 3400 കോടി രൂപ പിഴ ചുമത്തി. 13 മുതൽ 17 വരെയുള്ള കുട്ടികൾക്ക് ബിസിനസ് അക്കൗണ്ടുകൾ തുടങ്ങാൻ ഇൻസ്റ്റഗ്രാം സൗകര്യം നൽകിയിരുന്നു. ഇതിലൂടെ അവരുടെ ഇമെയിൽ വിലാസങ്ങളും ഫോൺ നമ്പറുകളും ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ പരസ്യമായി ലഭ്യമാക്കുന്ന സ്ഥിതിയുണ്ടായി. ഇത് GDPR നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഈ കനത്ത പിഴ. ഇൻസ്റ്റഗ്രാമിന്റെ കോണ്ടന്റ് അൽഗോരിതവും പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ, തെറ്റായ വിവരങ്ങൾ, അപകടകരമായ വെല്ലുവിളികൾ എന്നിവയുടെ പ്രചാരണത്തിന് പ്ലാറ്റ്ഫോം വേദിയാകുന്നുവെന്ന ആരോപണങ്ങൾ നിരന്തരം ഉയർന്നിട്ടുണ്ട്. കൂടാതെ ചില ഉപയോക്താക്കൾക്കും കോണ്ടന്റുകൾക്കും അൽഗോരിതമിക് മുൻഗണന ലഭിക്കുന്നുണ്ടെന്നും ഇത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനിടയിൽ അസമത്വം സൃഷ്ടിക്കുന്നുവെന്നും വിമർശനമുയർന്നു. മത്സര രംഗത്തെ എതിരാളികളായ സ്നാപ്ചാറ്റിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും ഫീച്ചറുകൾ കോപ്പി അടിച്ചതിന് ഇൻസ്റ്റാഗ്രാം വ്യാപകമായി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. The path to the future and challenges. ഇന്ന് ലോകമെമ്പാടും കോടിക്കണക്കിന് ഉപയോക്താക്കളുള്ള ഒരു ഭീമാകാരമായ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. എന്നാൽ വിജയത്തിളക്കങ്ങൾക്കൊപ്പം വിവാദങ്ങളുടെ കറയും ഇൻസ്റ്റഗ്രാമിന്റെ പ്രതിച്ഛായയിൽ വീണിട്ടുണ്ട്. ഫോട്ടോകൾ പങ്കുവെക്കാനുള്ള ഒരു ലളിതമായ ആപ്പിൽ നിന്ന് റീലുകളും ലൈവ് വീഡിയോകളും ഷോപ്പിംഗ് ഫീച്ചറുകളും എല്ലാമുള്ള ഒരു ബഹുമുഖ പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാം പരിണമിച്ചു. പക്ഷേ ഈ വളർച്ചയേക്കാൾ ഉപരിയായി ഉപയോക്താക്കളുടെ സുരക്ഷയും മാനസികാരോഗ്യവും ഉറപ്പാക്കേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ ഉത്തരവാദിത്തമാണെന്ന് അധികാരികളും ഉപയോക്താക്കളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി കൗമാരക്കാർക്കായി കർശനമായ സ്വകാര്യതാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കാനും അവർക്ക് ദോഷകരമായേക്കാവുന്ന ഉള്ളടക്കങ്ങൾ കുറയ്ക്കാനും ഇൻസ്റ്റാഗ്രാം ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇൻസ്റ്റാഗ്രാമിന്റെ ലാഭം പ്രധാനമായും അധിഷ്ഠിതമായിരിക്കുന്നത് ഉപയോക്താക്കളുടെ സമയം പ്ലാറ്റ്ഫോമിൽ വർദ്ധിപ്പിക്കുന്നതിലാണ്. ഇത് മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇൻസ്റ്റഗ്രാമിന്റെ കഥ സംരംഭകർക്ക് ഒരു പാഠമാണ്. ഉപയോക്താക്കളുടെ ആവശ്യം മനസ്സിലാക്കി ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നത് വിജയത്തിലേക്കുള്ള വഴി തുറക്കും. എന്നാൽ അതേസമയം പ്ലാറ്റ്ഫോമുകൾക്ക് ഉപയോക്താക്കളോടുള്ള ധാർമ്മികവും സാമൂഹികവുമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമോ എന്ന ചോദ്യം ഇൻസ്റ്റഗ്രാം ഉയർത്തുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഇൻസ്റ്റഗ്രാമിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.